ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നതേ ഒരു ഫേസ് പാക്കായിട്ട് കേട്ടോ. ഒരു കുഞ്ഞു ഫേസ് പാക്ക്. കുഞ്ഞെന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ചെറുതാക്കി കാണുകയൊന്നും വേണ്ട, പക്ഷേ നല്ല ഒരു അമേസിങ് റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കാണിത്. പിന്നെ ഞാനിത് വോയിസ് ഓവർ കൊടുത്തേക്കാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു കുഞ്ഞു ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ സൗണ്ടുകളൊന്നും കേൾക്കത്തില്ല പറയുമ്പം, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തേക്കുന്നത്. എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കൂടുതലായിട്ടൊന്നും നീട്ടേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് രേഷ്മ. ഞാനൊരു ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും കുഞ്ഞു കുഞ്ഞു പാചകങ്ങളും വ്ളോഗ്സും ഒക്കെയാണ് ഇടുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണുന്ന ഒരു ബെല്ലൈക്കൺ കാണും. അതിനകത്തൊന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. നമ്മുടെ താരമെന്ന് പറഞ്ഞാൽ റാഗിയാണ്, റാഗിപ്പൊടി. ഞാൻ ഇന്ന് ചേർക്കുന്ന റാഗിപ്പൊടിക്കകത്ത് തൈരാണ് കേട്ടോ. നമുക്ക് പാല് ചേർക്കാം, തൈര് ചേർക്കാം. നമ്മുടെ ഫേസിന് ഏതാ സ്യൂട്ടബിൾ എന്ന് വെച്ചാൽ അത് ചേർക്കാം. ഞാൻ തൈരാണ് ചേർത്തിരിക്കുന്നത്. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. കട്ടയൊന്നും കെട്ടാതെ. ഞാനിതാണെങ്കിലേ വീട്ടിൽ തന്നെ പൊടിച്ചിട്ട് അരിച്ചെടുത്തത്, അതുകൊണ്ട് അതിനകത്ത് തരികളൊന്നും കാണാതെ നല്ല ഫൈൻ പൗഡറായിട്ടിരിക്കുന്നത്. തരികൾ ഞാൻ മാറ്റി വെച്ചാൽ നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയൊന്നും കെട്ടാതെ നമുക്ക് എടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും മുഖം ഒന്ന് കഴുകിയതിന് ശേഷം, അതായത് നനഞ്ഞ ഫേസിലേക്ക് നമ്മൾ എന്ത് ഫേസ് പാക്കായാലും ഇട്ട് കൊടുക്കാവുള്ളൂ. അല്ലാതെ ഉണങ്ങിയിരിക്കുന്ന ഫേസിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ മുഖത്തിനത് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മുഖം ഒന്ന് നനച്ചതിന് ശേഷം, ഒരു വെള്ളം തൊട്ടൊന്ന് നനച്ചതിന് ശേഷമെങ്കിൽ യൂസ് ചെയ്യാവുള്ളൂ. നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല. നമ്മുടെ റാഗിപ്പൊടിയും തൈരും മാത്രമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇത് നല്ലൊരു അമേസിങ് റിസൾട്ട്, കുഞ്ഞൊരു ഫേസ് പാക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ആരും തള്ളിക്കളയണ്ട. ഇത് വളരെ നല്ല ഒരു ഫേസ് പാക്കാണ്. നമ്മുടെ മുഖത്തിലുണ്ടാകുന്ന നമ്മുടെ ഏജ് മൂലം ഉണ്ടാകുന്ന നമ്മുടെ മുഖത്ത് സാഗിങ് ഒക്കെ ഉണ്ടാകത്തില്ലേ, നമ്മുടെ സ്കിന്നൊക്കെ നല്ല ടൈറ്റൻ ചെയ്യാനൊക്കെ നല്ല ഒരു ഫേസ് പാക്കായത്. അത് തന്നെയല്ല, നമ്മുടെ മുഖത്ത് മുഖക്കുരുവിന് പകരമായിട്ട് ചെറിയ ചെറിയ തരി പോണക്കുള്ള കാരകൾ പോലുള്ള കാരയല്ല, ബ്ലാക്ക് ഹെഡ്സ് അല്ല, അത് ചെറിയ തരി പോണക്കുള്ള കുരുക്കൾ വരുമല്ലോ ചിലവരുടെയൊക്കെ മുഖത്ത്, മൂക്കിൻ്റെ അവിടെയും കവിളിലും ഒക്കെ ആയിട്ട് വരുമല്ലോ, കൈ മുട്ടിനൊക്കെ കാണുന്ന അതേ കണക്കുള്ള ഈ കുരുക്കൾ, ചെറിയ തരി പോണക്കുള്ള കുരുക്കൾ മാറാനും ഈ ഒരു ഫേസ് പാക്ക് നല്ലതാട്ടോ. നമുക്ക് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ഇട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് അങ്ങ് ടൈറ്റ് ആവും. അതുകൊണ്ട് നമ്മൾ അധികം അങ്ങനെ ഇട്ടിട്ട് കാര്യം പറയാനൊന്നും നിൽക്കേണ്ട. വലിഞ്ഞു മുറുകുന്ന ഒരിതായതുകൊണ്ട് നമ്മളങ്ങനെ ഇട്ടിട്ട് കാര്യം പറയാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് റിങ്കിൾസൊക്കെ വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങിപ്പിടിക്കും. പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പിടിക്കുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. നമുക്കൊരു 20 മിനിറ്റിന് ശേഷം കാണാം. 20 മിനിറ്റിന് ശേഷം ഉള്ളതാണ്. ഞാനിത് വൈപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ മുന്നേ വെച്ച് തന്നെയാണ് ഇതൊന്ന് കഴുകുന്നത്. ഉണങ്ങിയിട്ടുണ്ട്. അത്രയ്ക്കൊന്നും നന്നായിട്ട് ഉണങ്ങാൻ നിന്നില്ല, കാരണം വലിഞ്ഞു മുറുകും. അതുകൊണ്ട് ഞാനൊരു കുറച്ചൊന്ന് ഉണങ്ങുന്നവരൊന്ന് വെയിറ്റ് ചെയ്തതേ ഉള്ളൂ. ഇതുണ്ട്, ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഉണങ്ങുന്ന എന്ത് ഫേസ് പാക്ക് നമ്മുടെ മുഖത്തിട്ടാലും നമ്മൾ ഇതേപോലെ കുറച്ച് വെള്ളം തൊട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുതിർത്തതിന് ശേഷം ഇങ്ങനെ റിമൂവ് ചെയ്യാവുള്ളൂ. അല്ലാതെ തന്നെ ഇത് റിമൂവ് ചെയ്യരുത്. കണ്ടോ, ഫസ്റ്റ് ഞാൻ തുടച്ചപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മാറ്റമുണ്ട് മുഖത്ത്. കണ്ടോ, നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആദ്യത്തെ യൂസ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് നമുക്കങ്ങനെ ബുദ്ധിമുട്ട് റിസൾട്ടൊന്നും കിട്ടത്തില്ല എന്നും പറഞ്ഞ് വിഷമിക്കേണ്ട. പക്ഷേ ഇത് നല്ല റിസൾട്ടാണ്. നമുക്ക് എവിടെയെങ്കിലും പോകാൻ പെട്ടെന്നൊന്ന് ഫേഷ്യൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഇട്ടാൽ മതി.
വേറെ ഒന്നും ചേർക്കണ്ടല്ലോ, നമ്മളുടെ കുട്ടികൾക്കായിട്ട് കുറുക്കി കൊടുക്കാൻ ഉപയോഗിക്കുന്ന റാഗി, ആ റാഗിപ്പൊടിയാണ്. അതും കുറച്ച് തൈരുണ്ടെങ്കിൽ തൈര്, അല്ല പാലാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്നതെന്നുണ്ടെങ്കിൽ പാല്. ഇത് രണ്ടും മാത്രം മിക്സ് ചെയ്തിട്ട് നമുക്ക് എൻ്റെ ആ കവിളിലൊക്കെ വന്നിരിക്കുന്ന ആ ഒരു മാറ്റം, നെറ്റിക്കും നല്ല മാറ്റം കാണാം നിങ്ങൾക്ക്. ഞാൻ നെറ്റിക്ക് തന്നെ സ്ക്രബ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ നെറ്റിക്കാണ് കൂടുതൽ ടാൻ ഉള്ളത്. അതുകൊണ്ട് ഞാൻ സ്ക്രബ് ചെയ്ത്, നമ്മളെപ്പോഴും സ്ക്രബ് ചെയ്ത് മുഖം കഴുകാന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. സ്ക്രബ് ചെയ്ത് നമ്മൾ ഫേസ് പാക്ക് ഇടുമ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്ത് നമ്മളിങ്ങനെ തുടച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. എന്നിട്ട് നോക്ക്, നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ റിമൂവ് ചെയ്ത്, മറ്റൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഞാൻ വന്നിരുന്ന ഫേസും ഇപ്പോൾ ഇത് ഈ പാക്ക് ഇട്ടിട്ട് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഫേസും കൂടെ നിങ്ങൾക്ക് നോക്ക്, രണ്ടും വ്യത്യാസമില്ലേ? നല്ല ഒരു ടാനായിട്ടിരുന്ന മുഖമൊക്കെ ഒന്ന് ഇച്ചിരി ഒന്ന് കളർ വെച്ചിട്ടല്ലേ, കണ്ടോ? നമുക്ക് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് തുടച്ചെടുത്താൽ വളരെ നല്ലതാണ്. നമുക്ക് കല്യാണത്തിനൊക്കെ പോകാൻ പെട്ടെന്നൊന്ന് ഫേഷ്യൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും, എവിടെയെങ്കിലും നമുക്കൊരു എന്തെങ്കിലും ഫംഗ്ഷന് പോകാനോ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ പുറത്ത് മേക്കപ്പൊക്കെ ഇട്ട് പോകുന്നവർക്കാണെങ്കിൽ മേക്കപ്പൊക്കെ ഇട്ട്, ഞാനങ്ങനെ മേക്കപ്പ് ഇടാറില്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പൗഡറിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഞാൻ ചുമ്മാ ടാൽക്കം പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിത് കണ്ടോ, നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഞാനിത് റിമൂവ് ചെയ്തത് കണ്ടോ? ഫാസ്റ്റ് റിസൾട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റിസൾട്ട് തന്നെയാണ്. എന്തുകൊണ്ട് നമുക്ക് റാഗി ഉള്ളിലേക്ക് കഴിക്കാനും നല്ലതാണ്. നമ്മുടെ ഉള്ളി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുടി വളരും, നിറം വയ്ക്കും. അതേപോലെ തന്നെ നമുക്ക് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം. സാധാരണ ഇതാരും അങ്ങനെ കഴിക്കാൻ കൂട്ടാക്കാറില്ല, പക്ഷേ എന്നാലും കഴിക്കാമെങ്കിൽ നമുക്ക് ഹെൽത്തിനൊക്കെ നല്ലൊരു ഇതാണ്. അതേപോലെ തന്നെ നമുക്ക് കണ്ടോ, ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ എനിക്ക് കമൻറ്റായിട്ട് അയയ്ക്കുക. പിന്നെ ഇതാണ്ട് ഞാൻ പറയുന്നുണ്ട്, എൻ്റെ നെറ്റിക്കത്തെയൊക്കെ കളറിൻ്റെ മാറ്റം കണ്ടോണ്ട് ഞാൻ വന്നിരുന്നത് കളറും ഇപ്പോഴത്തെ ഇത് പാക്കിട്ട റിമൂവ് ചെയ്തപ്പോൾ ഉള്ള കളർ രണ്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി റിസൾട്ടൊക്കെ പറയണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.